ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ 11ാമത്തെ അധ്യായമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. 11ാമത്തെ അധ്യായത്തിൻ്റെ പേര് വിപണനം അല്ലെങ്കിൽ വിപണന മാനേജ്മെൻറ്റ് എന്നാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വിപണനം എന്നതിനെ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നു. അതുപോലെ വിപണന മാനേജ്മെൻറ്റ് അല്ലേ, അതിന് വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. അധ്യായം 11 വിപണനത്തിൻ്റെ ഇംഗ്ലീഷ് ഓർത്തു വെക്കുക, മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതുപോലെ വിപണന മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്കറിയാം, ബിസിനസ്സിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ എൻ്റർപ്രണർ എന്ത് ചെയ്യുന്നു, ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ. ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ആവശ്യക്കാരായ ആളുകൾക്ക്, അതായത് ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് അല്ലേ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതും ആ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തെ, പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നത്തെ ആവശ്യക്കാരായിട്ടുള്ള ഉപഭോക്താവിലേക്ക്, കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ബിസിനസ്സിൽ ഈ വിപണനം അഥവാ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബിസിനസ് സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുമായിട്ട്, വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റിങ്ങിന്, വിപണനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതൊരു ഉൽപ്പാദകൻ്റെയും ഏതൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയുടെയും മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും, തങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ മുഴുവൻ എത്രയും വേഗം വിൽപ്പന നടത്തുക എന്നുള്ളതാണ് അല്ലേ. ഒരു ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിച്ച വ്യക്തി, അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്, താൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തെ എത്രയും വേഗം വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ വീണ്ടും ഉൽപ്പാദനം സാധ്യമാവുകയുള്ളൂ. കൂടാതെ ബിസിനസ് തുടർച്ചയായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ എന്ത് ചെയ്യണം, ഇതാവശ്യമാണ്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉൽപ്പന്നത്തെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉൽപ്പന്നത്തെ ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് വിവിധങ്ങളായ പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ, ഇത്തരം പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്നതും അവയെ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതും ആയി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതൊക്കെ ചെയ്യുന്ന നടപടികളുടെ ആകെ തുകയാണെന്ത്, വിപണനം എന്നറിയപ്പെടുന്നത്. ഒരു ഉൽപ്പന്നത്തെ ഉപഭോക്താവിലേക്ക്, ഉപഭോക്താവ് പറഞ്ഞാൽ ആരാ, കസ്റ്റമർ. ഇംഗ്ലീഷിൽ അയാളെ വിളിക്കുന്ന പേരെന്താണ്, കസ്റ്റമർ. ഒരു ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നത്തെ അഥവാ പ്രോഡക്റ്റിനെ ഉപഭോക്താവിലേക്ക്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളെ ആകെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇത്, വിപണന മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഈ വിപണന മാനേജ്മെൻറ്റ് എന്നൊക്കെ അറിയപ്പെടുമ്പോൾ അതിലുള്ളൊരു വാക്കാണ് വിപണനം, മാർക്കറ്റിംഗ് അല്ലേ. മാർക്കറ്റിംഗ് എന്നതിൻ്റെ ആദിമ രൂപം, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ത്, മാർക്കറ്റ് എന്നുള്ളത്. മാർക്കറ്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ കമ്പോളം അല്ലെങ്കിൽ വിപണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, കമ്പോളം അല്ലെങ്കിൽ വിപണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പരമ്പരാഗതമായിട്ട് മാർക്കറ്റ് അഥവാ വിപണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നൊരു സ്ഥലമാണ് ഇത്. എന്നാൽ ഇന്ന് അല്ലേ, ഇപ്പോൾ നിലവിലെന്താണ്, മാർക്കറ്റ് എന്ന പദത്തിന് നിശ്ചിതമായിട്ടുള്ള സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൺലൈനായിട്ടാണ് സാധനം വാങ്ങുന്നത്. അപ്പോൾ നിശ്ചിതമായൊരു മാർക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും? കമ്പ്യൂട്ടർ, ഫോണിലൂടെ നമുക്ക് വാങ്ങിക്കൂടെ? അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ മാർക്കറ്റ് എന്ന പദത്തിന് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു നിശ്ചിത സ്ഥലം ഇപ്പോൾ ആവശ്യമില്ല. പരമ്പരാഗതമായി മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ടുഗെദർ. ഓക്കെ, വാങ്ങുന്ന വ്യക്തിയും വിൽപ്പനക്കാരനും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണേത്, മാർക്കറ്റ് എന്നറിയപ്പെടുന്നത്. അവിടെ വെച്ചിട്ടാണ് കച്ചവടം നടക്കുന്നത്. എന്നാൽ ഇന്ന് മാർക്കറ്റ് എന്ന പദത്തിന് എന്ത് ചെയ്യുന്നു, നമ്മൾ അങ്ങനെ ഒരു നിശ്ചിത സ്ഥലമായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഓൺലൈനായിട്ടുള്ള വ്യാപാരമൊക്കെ പരിഗണിക്കുന്ന സമയത്ത് എന്തിൻ്റെ ആവശ്യമില്ല, മാർക്കറ്റ് എന്ന പദത്തിന് നിർദ്ദിഷ്ടമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് പരിമിതപ്പെടുത്തുന്നില്ല. ഒരു നിശ്ചിത വിലക്ക്
ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും വാങ്ങുന്നവരും വിൽപ്പനക്കാരും പരസ്പരം ബന്ധപ്പെടുന്ന മുഴുവൻ പ്രദേശവും എന്താണ്? വിപണിയായിട്ട് പരിഗണിക്കുന്നു, കമ്പോളമായിട്ട് പരിഗണിക്കുന്നു, അല്ലെങ്കിൽ മാർക്കറ്റായിട്ട് പരിഗണിക്കുന്നു. മാർക്കറ്റിൻ്റെ മലയാള വാക്കാണ്, രണ്ട് വാക്ക്, ഒന്ന് കമ്പോളം എന്നറിയപ്പെടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വിപണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നിത്യോപയോഗ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നില്ലേ? നമ്മൾ വാങ്ങുന്ന ഒരുപാട് സ്ഥലത്തു നിന്ന്, ഒരുപാട് പീടികയിൽ നിന്ന് വാങ്ങുന്നില്ലേ? ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്നില്ലേ? ഇവയൊക്കെ എന്താണ്? ഒരു വിപണിയാണ്, ഒരു മാർക്കറ്റാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനായി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെ വിപണി അഥവാ കമ്പോളം എന്ന് പറയുന്നു. എന്താണ്? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനായി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുമിച്ച് കൂടുക, എല്ലാവരും വാങ്ങുന്ന ആൾക്കാരും വിൽക്കുന്ന ആൾക്കാരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെ വിപണി അഥവാ കമ്പോളം എന്ന് പറയുന്നു. അപ്പോൾ കിട്ടിയല്ലോ എന്താണ് വിപണി എന്ന്. വിപണി എന്നാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ട് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് വിപണി അഥവാ കമ്പോളം. കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ സേവനങ്ങൾ, സാധനങ്ങളും സേവനങ്ങളുമുണ്ട്. ശ്രദ്ധിക്കുക, സേവനങ്ങൾ അല്ലേ, സേവനങ്ങൾ നമുക്കറിയാം അല്ലേ. നമ്മളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? സേവനമാണ്. നമ്മളൊരു പലചരക്ക് കടയിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിൽ അത് നമ്മളെന്താ വാങ്ങുന്നത്? അത് സാധനങ്ങളാണ്. അപ്പോൾ സാധനവും സേവനമൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഏതൊക്കെ ആയാൽ തന്നെയും സാധനങ്ങളെയും സേവനങ്ങളെയും കൈമാറ്റം ചെയ്യുന്നതിനായി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെയാണ് വിപണി അഥവാ കമ്പോളം എന്ന് പറയുന്നത്. അപ്പോൾ വിപണി എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വിപണി എന്നാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, മാർക്കറ്റുകളെ വ്യത്യസ്തമായ തരത്തിൽ തരംതിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഭൂമിശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ ലോക്കൽ മാർക്കറ്റ് എന്നും നാഷണൽ മാർക്കറ്റ് എന്നും ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ലോക്കൽ മാർക്കറ്റ് പറഞ്ഞാൽ പ്രാദേശിക മാർക്കറ്റ്, നാഷണൽ മാർക്കറ്റ് പറഞ്ഞാൽ ദേശീയ മാർക്കറ്റ്, ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളത്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് എന്ന് വെച്ചാലോ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ളത്. അതുപോലെ ചരക്കിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്ത വ്യാപാരവും റീറ്റെയിൽ വിപണിയുണ്ട്. നമുക്കറിയാം ഹോൾസെയിലും റീറ്റെയിലും അല്ലേ. അതുപോലെ നിയമസാധുതയുടെ അടിസ്ഥാനത്തിൽ ഓപ്പൺ മാർക്കറ്റുമുണ്ട്, അതുപോലെ കരിഞ്ചന്തയുമുണ്ട്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചരക്ക് വിപണിയുണ്ട് അല്ലേ. വാങ്ങുന്നവരുടെ തരങ്ങളെ അടിസ്ഥാനമാക്കി ഉപഭോക്തൃ വിപണി, വ്യാവസായിക വിപണി എന്നിങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റുകളെ വ്യത്യസ്തമായ രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. അടുത്തത് നോക്കാം, വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലേ. വിപണനവും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങും നമുക്ക് നോക്കാം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്നേ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരെന്താണ്? ഉൽപ്പാദകൻ എന്നാണ് അല്ലേ. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്നേ ഒരു ഉൽപ്പാദകൻ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അയാൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഉപഭോക്താക്കൾ അഥവാ കസ്റ്റമേഴ്സ്. താൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നം ആരാണ് വാങ്ങുക, അവരേത് തരത്തിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം. ഉപഭോക്താക്കൾ ഏത് തരത്തിലുള്ളവരാണ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപഭോക്താക്കൾ ഏത് തരത്തിലുള്ള ആളുകളാണ് എന്ന് എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഉപഭോക്താക്കൾ നല്ല സാലറി ഉള്ള, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളാണോ, അല്ലെങ്കിൽ ഇൻകം വരുമാനം കുറവുള്ള ആളുകളാണോ, സമൂഹത്തിൽ സൊസൈറ്റിയിൽ ഭയങ്കര സ്ഥാനത്തിരിക്കുന്ന ആളുകളാണോ, അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്ത് തരത്തിലുള്ള ആവശ്യമാണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപഭോക്താക്കളുടെ അഭിരുചി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, കസ്റ്റമേഴ്സിൻ്റെ അഭിരുചി എന്താണ്, അവർക്ക് എന്ത് തരത്തിലുള്ള ഉൽപ്പന്നമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ എത്ര അളവിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, ഈ പറയുന്ന ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം അളവിൽ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കണം, ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഏത് ഷേപ്പിലുള്ള ഉൽപ്പന്നങ്ങൾ, ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, എത്ര ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, എത്ര ഗുണമേന്മയുള്ള ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഏത് വലുപ്പത്തിലാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഉൽപ്പാദകൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഉൽപ്പാദകൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. എന്തൊക്കെയാണ്? ഈ ഉൽപ്പന്നങ്ങളെ എങ്ങനെ വിറ്റഴിക്കാം, എങ്ങനെ പേര് നൽകാം, എങ്ങനെ പാക്ക് ചെയ്യാം, എങ്ങനെ ഇതിൻ്റെ വില നിർണ്ണയിക്കാം, എങ്ങനെ പത്രത്തിലും ടി വിയിലൊക്കെ പരസ്യം കൊടുക്കാം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് ഉൽപ്പാദകൻ ആലോചിക്കേണ്ടതുണ്ട്. ഓക്കെ,
ഇത്തരത്തിലുള്ള എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഉപഭോക്താവിൻ്റെ കൈകളിൽ ഉൽപ്പന്നം എത്തുന്നത് വരെ തുടരുന്നൊരു പ്രക്രിയയാണിത്. വിപണനം അഥവാ മാർക്കറ്റിംഗ് എന്നാൽ ഉൽപ്പന്നത്തെ ഉൽപ്പാദിക്കുന്നതിന് മുന്നേ, വിപണനം എന്നാൽ ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപേ ആരംഭിക്കുകയും ഉൽപ്പാദകൻ്റെ കൈകളിൽ ഉൽപ്പന്നം എത്തുന്നത് വരെ തുടരുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് വിപണനം അഥവാ മാർക്കറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. കിട്ടിയ എന്താണ്? ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദകൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഉൽപ്പാദകൻ ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? വിപണനം എന്നുള്ളത്. വിപണനം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഉപഭോക്തൃ ആവശ്യങ്ങളുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചരക്കുകളും സേവനങ്ങളും നിർമ്മാതാക്കളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്നൊരു പ്രക്രിയയാണേത്? മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചരക്കുകളും സേവനങ്ങളും, സാധനങ്ങളും സേവനങ്ങളും നിർമ്മാതാക്കളിൽ നിന്ന്, ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണിത്. അതായത് ഉപഭോക്താക്കളുടെ, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാതാക്കളിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കണ്ടെത്താനുള്ള ശ്രമങ്ങളും അതിൽ തൃപ്തികരമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഉൾപ്പെടുന്നു. ഉപഭോക്താവിൻ്റെ സ്ഥലത്തേക്ക് ഉൽപ്പന്നത്തിലെത്താൻ ഒരു വിതരണ ചാനൽ തിരഞ്ഞെടുക്കുന്നതും ഒടുവിൽ പ്രൊമോഷണൽ തന്ത്രം വികസിപ്പിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്: വ്യക്തിഗത കൂട്ടായ്മകൾ മൂല്യമുള്ള സാധനങ്ങളും സേവനങ്ങളും മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവർക്ക് ആവശ്യമായവ നേടിയെടുക്കുന്ന സാമൂഹ്യ പ്രക്രിയയാണ് വിപണനം. എന്താ പറഞ്ഞിട്ടുള്ളത്? വ്യക്തിഗത കൂട്ടായ്മകൾ മൂല്യമുള്ള സാധനങ്ങളും സേവനങ്ങളും മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവർക്ക് ആവശ്യമായവ നേടിയെടുക്കുന്ന സാമൂഹിക പ്രക്രിയയാണിത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉൽപ്പാദകൻ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്കാണ്. ഉൽപ്പാദകൻ ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡെഫിനീഷനായിട്ട് പറയുമ്പോൾ ഓർത്തു വെക്കേണ്ടത്. അടുത്തതാണ് വിപണനത്തിൻ്റെ സവിശേഷതകൾ. വിപണനത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. വിപണനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്നാമത്തേതാണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. ആവശ്യവും ആഗ്രഹവും, കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സാധനം ആവശ്യമായിരിക്കണം, ആ സാധനത്തോട് ആഗ്രഹമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ മാർക്കറ്റിങ്ങിൻ്റെ സവിശേഷത. ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങണമെങ്കിൽ ആ സാധനം വേണമെന്ന ആവശ്യവും ആഗ്രഹവും അയാളിലുണ്ടാകണം. ഉദാഹരണത്തിന്, വിശന്നിരിക്കുന്ന ഒരാളിന് ആഹാരം വേണമെന്ന ആവശ്യവും ആഗ്രഹവും ഉണ്ടാവും. വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ആ വസ്തുവിനെ വേണമെന്ന ആവശ്യം, ആഹാരം വേണമെന്ന ആവശ്യവും ആഗ്രഹവും ഉണ്ടാവും. അത് വിപണനത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയാണ്. ഒരു വിൽപ്പനക്കാരൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും ആ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു എന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു ഉപഭോക്താവിൻ്റെ ആവശ്യം കണ്ടെത്താൻ ആര് ശ്രമിക്കുന്നു? ഒരു വിൽപ്പനക്കാരൻ ശ്രമിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നിറവേറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേതാണ് വിപണന വാഗ്ദാനം സൃഷ്ടിക്കൽ. വിപണിയിൽ വാഗ്ദാനങ്ങൾ സൃഷ്ടിക്കുക. ക്രിയേറ്റീവ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഉപഭോക്താക്കളുടെ അഭിരുചി മനസ്സിലാക്കി ഉപയുക്തങ്ങളായ എല്ലാ സവിശേഷതയുമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ന്യായവിലയ്ക്ക് അവർക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിപണിയിൽ വാഗ്ദാനങ്ങൾ സൃഷ്ടിക്കുക എന്നാൽ, ക്രിയേറ്റിംഗ് മാർക്കറ്റ് ഓഫറിങ്സ് എന്നാൽ എന്താണ്?
ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ന്യായവിലക്ക് അവർക്ക് എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേതാണ് ഉപഭോക്താവിന് മൂല്യം ലഭ്യമാക്കുക എന്നുള്ളത്. പ്രൊവൈഡിങ് യൂട്ടിലിറ്റി ഓഫ് കസ്റ്റമേഴ്സ്. വാങ്ങുന്നവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണത്തെ അടിസ്ഥാനമാക്കി ഒരു വാങ്ങൽ തീരുമാനമെടുക്കുകയാണ്. അതായത് ഉപഭോക്താവിന് താൻ നൽകിയ പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള സാധനമാണോ ലഭിച്ചത് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ സവിശേഷതയായിട്ട്, മാർക്കറ്റിങ്ങിൻ്റെ സവിശേഷതയായിട്ട് പറയുന്ന ഇതാണ്. ഉപഭോക്താവിന് മൂല്യം ലഭ്യമാക്കുന്നു. പ്രൊവൈഡിങ് യൂട്ടിലിറ്റി ഓഫ് കസ്റ്റമേഴ്സിന് യൂട്ടിലിറ്റി, താൻ നൽകിയ പണത്തിന് അനുയോജ്യമായിട്ടുള്ള മൂല്യത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപഭോക്താവിൻ്റെ മൂല്യം, ഉപഭോക്താവിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദകർ നൽകുന്ന ഉൽപ്പന്നത്തിന് ഉപഭോക്താവ് നൽകുന്ന പണത്തിൻ്റെ അത്രയും മൂല്യമുണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തേതാണ് കൈമാറ്റ സംവിധാനം. ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച്. കൈമാറ്റത്തെ സാധ്യമാക്കുന്നു. ഉൽപ്പാദകൻ്റെയും ഉപഭോക്താവിൻ്റെയും ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിന് ഉൽപ്പാദന കൈമാറ്റത്തിലൂടെ സാധിക്കുന്നു. ഉൽപ്പാദകൻ്റെയും ഉപഭോക്താവിൻ്റെയും ആവശ്യങ്ങൾ, ഉൽപ്പാദകൻ്റെ ആവശ്യം എന്താണ്? ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്, വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. ഉപഭോക്താവിൻ്റെ ആവശ്യം എന്താണ്? തൻ്റെ ആവശ്യവും ആഗ്രഹവും നിറവേറ്റുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇവയെല്ലാം പൂർത്തീകരിക്കുന്നത് എവിടെ നിന്നാണ്? ഉൽപ്പന്നത്തെ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. മാർക്കറ്റിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു ആണ് ഇത് മൊത്തത്തിൽ സാധ്യമാവുന്നത് എന്ന് ഓർക്കുക. അടുത്ത് പറയുന്നു വാങ്ങുന്നവരും വിൽക്കുന്നവരും. അതിൽ തന്നെ വരുന്നൊരു ഭാഗമാണ് വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉൾപ്പെടെ കുറഞ്ഞത് 2 കക്ഷികളുടെ പങ്കാളിത്തം മാർക്കറ്റിങ്ങിൽ ഉണ്ടാവും. ഒരു സംശയമില്ലല്ലോ. മിനിമം 2 ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ കക്ഷികൾക്കും മറ്റൊരാൾക്ക് മൂല്യവത്തായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവർ ആയിരിക്കണം. ഇതിലേർപ്പെടുന്ന ആളുകളിൽ ഓരോ വ്യക്തിയും മറ്റൊരാൾക്ക് മൂല്യമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഓരോ കക്ഷിക്കും ഉൽപ്പന്നവും സേവനവും തരണം ചെയ്യാനും ആശയവിനിമയം നടത്താനും കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓരോ കക്ഷിക്കും ഉൽപ്പന്നവും സേവനവും തരണം ചെയ്യാൻ ആശയവിനിമയം നടത്താനൊക്കെയുള്ള കഴിവുണ്ടാവണം. അതുപോലെ ഓരോ കക്ഷിക്കും മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും നിരസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരസ്പര ഇടപാടുകൾ നടത്താൻ കക്ഷികൾ തയ്യാറാവണം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് എന്തൊക്കെയാണ് വിപണനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളെ, വ്യത്യസ്തമായ സേവനങ്ങളെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഭൗതിക ഉൽപ്പന്നങ്ങളായ മോട്ടോറ്, കാറ്, TV, മൊബൈൽ ഫോൺ പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ സേവനങ്ങളായിട്ടുള്ള ഇൻഷുറൻസ്, ബാങ്കിങ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യാം. ഭൗതിക ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, അതുപോലെ ആശയങ്ങൾ, പോളിയോ വാക്സിനേഷൻ, കുടുംബാസൂത്രണം, രക്തദാനം തുടങ്ങിയവ, അതുപോലെ തെരഞ്ഞെടുപ്പ്, അഭിനേതാക്കൾ, അഭിഭാഷകർ, ഡോക്ടർമാർ, ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിപണനം ചെയ്യാം. അനുഭവങ്ങൾ, ഒരു കളിക്കാരനുമായി അത്താഴം, ട്രെക്കിങ്ങിൻ്റെ അനുഭവം, ഒരു പാർക്ക് സന്ദർശിക്കൽ തുടങ്ങിയവയൊക്കെ മാർക്കറ്റ് ചെയ്യാം. അതുപോലെ സ്ഥലങ്ങൾ, നഗരം സന്ദർശിക്കുന്നത്, പൂന്തോട്ട നഗരം, അല്ലെ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ നഗരങ്ങൾ സന്ദർശിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നിരവധി ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് വിപണനം ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ആരാണ് വിൽപ്പനക്കാരൻ എന്നുള്ളത്? ആരാണ് മാർക്കറ്റർ? കൈമാറ്റ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി നിൽക്കുന്നവരെയാണ് മാർക്കറ്റർ എന്ന് അറിയപ്പെടുന്നത്. തൽപരരായ ഉപഭോക്താക്കളെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന, വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് മാർക്കറ്റർമാർ അല്ലെങ്കിൽ വിപണനക്കാരൻ. കൈമാറ്റ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി നിൽക്കുന്നവരെ പറയുന്ന പേരാണ് മാർക്കറ്റർ. കൈമാറ്റ പ്രക്രിയയിൽ കൂടുതൽ സജീവമായി നിൽക്കുന്നവരെ പറയുന്ന പേരാണ് മാർക്കറ്റർ.
തൽപരരായ ഉപഭോക്താക്കളെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കണം. ആദ്യം ആരൊക്കെയാണ് കസ്റ്റമേഴ്സ് എന്ന് കണ്ടെത്തണം, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കണം. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കണം. അതുപോലെ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കണം. ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് ആര്? വിൽപ്പനക്കാരൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഭാഗമാണേത്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വിപണന മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ വിപണനത്തെക്കുറിച്ചുള്ള സമീപനം വിപണന ഉദ്യമങ്ങളെ നിശ്ചയിക്കും. വിപണനത്തിന് ഏത് വസ്തുതയ്ക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് അതിനോടുള്ള സമീപനത്തിനനുസരിച്ചുകൊണ്ടാണ്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിപണനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, സംവിധാനം ചെയ്യുക, നിയന്ത്രിക്കുക എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണിത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അതായത് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, സംവിധാനം ചെയ്യുക, നിയന്ത്രിക്കുക എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഫിലിപ്പ് കോട്ട്ലർ പറയുന്ന അനുസരിച്ച് ലക്ഷ്യവിപണി തിരഞ്ഞെടുക്കുന്നതും മികച്ച ഉപഭോക്തൃ മൂല്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിലൂടെയും ആശയവിനിമയം നടത്തുന്നതിലൂടെയും ഉപഭോക്താക്കളെ നേടുന്നതിനും നിലനിർത്തുന്നതിനും വളരുന്നതിനുമുള്ള കലയും ശാസ്ത്രവുമാണ് വിപണന മാനേജ്മെൻറ്റ് അഥവാ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിഗതവും സംഘടനാപരവുമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യുന്നതിനാവശ്യമായ ആശയരൂപീകരണം, വിലനിർണ്ണയം, വിൽപ്പന, പ്രോത്സാഹനം, വിതരണം എന്നിവ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വിപണന മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് നോക്കാനുണ്ട്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പ്രക്രിയ ഒന്നാമത്തേതാണ് ലക്ഷ്യവിപണി തിരഞ്ഞെടുക്കൽ. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ലക്ഷ്യവിപണി ഡോക്ടർമാരും ആശുപത്രിയായിരിക്കും. ഒരു ബിസിനസ് സ്ഥാപനം കുട ഇറക്കുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളെയും സാധാരണക്കാരെയുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ ഒരു ബിസിനസ് സ്ഥാപനം ബേബി ഡ്രസ്സുകളാണ് ഇറക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്ന ആരെയാണ്? ചെറിയ ചെറിയ കുട്ടികളെയും അതുപോലെ രക്ഷിതാക്കളെയുമാണ്. അങ്ങനെ ലക്ഷ്യവിപണി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രക്രിയയായിട്ട് പറയുന്നത്. പിന്നെ പറയുന്ന ഏതാണ്? ഉൽപ്പന്നത്തിന് ചോദനം സൃഷ്ടിക്കുക, ഡിമാൻഡ് ഉണ്ടാക്കുക. ചോദനം എന്ന് വെച്ചാൽ ഡിമാൻഡാണ്. ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ മൂന്നാമത്തത് മികച്ച മൂല്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിന് ഉൽപ്പന്നത്തിലേക്കോ സേവനത്തിലേക്കോ കൂടുതൽ മികച്ച മൂല്യങ്ങൾ ചേർക്കാൻ കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ മൂല്യങ്ങൾ, വാല്യൂ, പ്രൊഡക്റ്റിൻ്റെ കൂടെ കൂടുതൽ വാല്യൂ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കാനുള്ള ഭാഗമാണ് വിപണനവും വിൽപ്പനയും. വിപണനവും വിൽപ്പനയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഉൽപ്പന്നം ആസൂത്രണം ചെയ്യുക, ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുക, വിതരണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക, വിൽപ്പനാനന്തര ആഫ്റ്റർ സെയിൽ സേവനങ്ങൾ, ആഫ്റ്റർ സെയിൽ സർവീസുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും വിപണനത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ വിൽപ്പനയുടെ പ്രവർത്തനങ്ങൾ വിൽപ്പന, പരസ്യം ചെയ്യൽ, പ്രചാരണം എന്നിവയിലൂടെ സാധനങ്ങളെയും സേവനങ്ങളെയും വിൽപ്പന വർധനവുമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വിൽപ്പനയും വിപണനവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നതാണ്. നമുക്ക് നോക്കാം വിൽപ്പനയും വിപണനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് നോക്കാം. വിപണനം ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് അഥവാ വിപണനം ഉപഭോക്താവിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിപണനമാണ്. എന്നാൽ വിൽപ്പനക്കാരൻ്റെ സാധനങ്ങൾ പണമായി പരിവർത്തനം ചെയ്യുന്നതിലാണ്. വിൽപ്പനക്കാരൻ്റെ കയ്യിലുള്ള സാധനങ്ങളെ പെട്ടെന്ന് പണമാക്കി മാറ്റുന്നതിലാണ് വിൽപ്പന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സെല്ലിങ്
കേന്ദ്രീകരിക്കുന്നത്. മാർക്കറ്റിംഗ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ആർക്കാണ്? അല്ലെങ്കിൽ വിപണനം ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് വിപണനം, മാർക്കറ്റിംഗ്. പക്ഷെ സെല്ലിംഗ് അങ്ങനെയല്ല. വിൽപ്പനക്കാരൻ്റെ സാധനങ്ങളെ പണമാക്കി പരിവർത്തനം ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ വിപണനം ഉൽപ്പാദനത്തിന് മുൻപ് ആരംഭിക്കുന്നുണ്ട്. വിപണന പ്രക്രിയ, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയ ഉൽപ്പാദനത്തിന് മുന്നേ തന്നെ ആരംഭിക്കുന്നു. എന്നാൽ വിൽപ്പന എന്ന പ്രക്രിയ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ്. ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വിൽപ്പന എന്ന പ്രക്രിയ ആരംഭിക്കുന്നത്. ഉൽപ്പന്നത്തിൻ്റെ ആസൂത്രണത്തിനും വികസനത്തിനും ഊന്നൽ നൽകുന്ന പ്രക്രിയയാണ് മാർക്കറ്റിംഗ്. ലക്ഷ്യമെന്താണ്? ഉൽപ്പന്നത്തിൻ്റെ ആസൂത്രണം, പ്ലാൻ ചെയ്യുക, അതുപോലെ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ ഊന്നൽ നൽകുന്നൊരു പ്രക്രിയയാണ് ഏത്? വിപണനം എന്നറിയപ്പെടുന്നത്. എന്നാൽ വിൽപ്പന അഥവാ സെല്ലിംഗ് എന്നാൽ എന്താണ്? വിക്രയം എന്നാൽ എന്താണ്? ഇതിനകം ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ വിൽപ്പനയ്ക്കാണ് ഊന്നൽ. മാർക്കറ്റിങ്ങിൽ അഥവാ വിപണനത്തിൽ ഉൽപ്പന്നത്തിൻ്റെ ആസൂത്രണത്തിനും ഡെവലപ്മെൻറ്റിനും വികസനത്തിനൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ വിൽപ്പനയിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ വിൽപ്പനയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഊന്നൽ നൽകുന്നത്. പിന്നെയോ എപ്പോഴും മാർക്കറ്റിംഗ് എന്താണ്? കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. മാർക്കറ്റിംഗ് എപ്പോഴും കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. ഉപഭോക്താവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉപഭോക്താവാണ് രാജാവ്. എന്നാൽ സെല്ലിങ്, വിൽപ്പന എപ്പോഴും ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. സെല്ലിങ് എപ്പോഴും ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പിന്നെ മാർക്കറ്റിങ്ങിൽ ഉപഭോക്തൃ സംതൃപ്തിയിലൂടെയാണ് ലാഭം ലക്ഷ്യമിടുന്നത്. മാർക്കറ്റിങ്ങിലൂടെ, വിപണനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾ ഉപയോഗിച്ച് അവർ സംതൃപ്തി നേടുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലാഭം ലക്ഷ്യമിടുന്നത്. എന്നാൽ വിൽപ്പനയിൽ എങ്ങനെയാണോ? വിൽപ്പന അളവിൽ ലാഭം ലക്ഷ്യമിടുന്നു. വിൽപ്പനയുടെ അളവ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? സെല്ലിങ്ങിൽ, വിൽപ്പനയിൽ എന്ത് ചെയ്യുന്നു? ലാഭം കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെയോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിങ്ങിൽ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഒരു തത്വം എന്നറിയപ്പെടുന്നത് കാവിയറ്റ് വെൻഡറിൻ്റെ തത്വമാണ്. കാവിയറ്റ് വെൻഡർ എന്ന് വെച്ചാൽ വിൽപ്പനക്കാരൻ സൂക്ഷിക്കുക എന്നുള്ളത്. വിൽപ്പനക്കാരൻ സൂക്ഷിക്കുക എന്ന തത്വം. ഒരു സാധനം വിൽപ്പന നടത്തുമ്പോൾ വിൽപ്പനക്കാരൻ സൂക്ഷിക്കുക, ശ്രദ്ധാലുവാകുക എന്ന ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ മാർക്കറ്റിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൽ ആ തത്വമാണ്, ആ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ സെല്ലിങ്ങിൽ അങ്ങനെയല്ല. കാവിയറ്റ് എംപ്റ്റർ എന്ന തത്വമാണ്. വാങ്ങുന്ന വ്യക്തി സൂക്ഷിക്കുക. ബയർ ബിവെയർ എന്നുള്ളതാണ്. വാങ്ങുന്ന വ്യക്തി വാങ്ങുന്ന സാധനത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠനം നടത്തിയിട്ട് കൃത്യമായ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് കാവിയറ്റ് എംപ്റ്ററിൻ്റെ തത്വം. ആ തത്വമാണ് സെല്ലിങ്ങിൽ അഥവാ വിൽപ്പനയിൽ ഫോളോ ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റിങ്ങിൽ, വിപണനത്തിൽ അതല്ല ഫോളോ ചെയ്യുന്നത്. പിന്നെയോ സംയോജിത സമീപനമാണ്, മാക്രോ മാർക്കറ്റിംഗ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ആസൂത്രണം ചെയ്യുകയും പരസ്യം മുതലായവ എന്ത് ചെയ്യുന്നു? ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ സെല്ലിങ്ങിൽ അങ്ങനെയല്ല. വിഘടിച്ച സമീപനമാണ്, മൈക്രോ ആണ്. ഉൽപ്പാദിപ്പിക്കുന്നത് എന്തും വിൽക്കുക എന്നുള്ള ഒരു ആശയമാണ് ഇത് സെല്ലിങ്ങിലുള്ളത്. പിന്നെയോ മാർക്കറ്റിങ്ങിൽ പറയുന്നത് എന്താണ്? ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നതിനാണ് ദീർഘകാല വീക്ഷണം. അതായത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ഊന്നൽ നൽകുക എന്നുള്ളതാണ്. ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യുക? വളർച്ചയിലേക്ക് പോവുക, സ്ഥിരമായി മുന്നോട്ട് പോവുക, അതിനൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ സെല്ലിംഗ്, വിൽപ്പന പ്രാധാന്യം കൊടുക്കുന്നതിനാണ്, ലാഭം വർദ്ധിപ്പിക്കുന്നതിനാണ്. ഹ്രസ്വകാല കാഴ്ചപ്പാടാണ് വിൽപ്പനയ്ക്കെപ്പോഴും ഉള്ളത് എന്ന് പറയപ്പെടുന്നു. അടുത്തത് നോക്കാം, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ തത്വചിന്തകൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്ന് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ ഏതെല്ലാമാണ്, പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, കൺസെപ്റ്റുകൾ അഥവാ ആശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ തത്വശാസ്ത്രമാണ്, തത്വചിന്തയാണ് ഏത്? ഉൽപാദന ആശയം അല്ലെങ്കിൽ ഉൽപാദന സങ്കല്പം എന്നറിയപ്പെടുന്നത്.
ഉൽപാദന ആശയം അല്ലെങ്കിൽ ഉൽപാദന സങ്കല്പം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഉൽപാദന ആശയം? ഉൽപാദനത്തിലൂടെ ഉൽപ്പന്നം രൂപപ്പെട്ടാൽ മാത്രമേ വിപണനം നടക്കൂ. ആയതിനാൽ പരമാവധി ഉൽപാദനം നടത്തി ഉൽപാദന ചെലവ് കുറയ്ക്കുകയും ന്യായമായ വിലക്കുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതിന് മുഖ്യ പരിഗണന കൊടുക്കുന്നതാണ് ഈ പറയുന്നത്. അതാണ് ഉൽപാദന സങ്കല്പം അഥവാ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപാദനത്തിലൂടെ ഉൽപ്പന്നം രൂപപ്പെട്ടാൽ മാത്രമേ വിപണനം നടത്താൻ, മാർക്കറ്റ് ചെയ്യാൻ സാധിക്കൂ. ആയതിനാൽ എന്ത് ചെയ്യുന്നു? പരമാവധി ഉൽപ്പന്നങ്ങൾ അപ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? വിപണനം കൂടുന്നു എന്നുള്ളതാണ്. ഉൽപാദനം കൂടുമ്പോൾ ഉൽപ്പന്നത്തിൻ്റെ വില കുറയുന്നു. മാത്രമല്ല മാർക്കറ്റ് ചെയ്യുന്നതിന്, ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ചെയ്യുന്നതിന്, വിപണനം ചെയ്യുന്നതിന് ഉൽപ്പന്നങ്ങളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പറയുന്നത്. ഉൽപാദനത്തിലൂടെ ഉൽപ്പന്നം രൂപപ്പെട്ടാൽ മാത്രമേ വിപണനം നടത്തൂ. അതോടുകൂടി പരമാവധി ഉൽപാദനം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഉൽപാദനത്തിൻ്റെ ചെലവ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ പരിഗണന കൊടുക്കുന്നു. രണ്ടാമത്തേതാണ് ഉൽപ്പന്ന സങ്കല്പം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉൽപാദന ആശയമാണ്, അതായത് പ്രൊഡക്ഷൻ കൺസെപ്റ്റാണ്. നമ്മളിപ്പോൾ പറയുന്നതാണ് ഉൽപ്പന്ന സങ്കല്പം എന്നറിയപ്പെടുന്നത്. ഉൽപ്പന്നം, പ്രൊഡക്റ്റ് കൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുത്തുകൊണ്ട് വിപണി കണ്ടെത്തുകയെന്ന സങ്കല്പമാണിത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉൽപാദന സങ്കല്പത്തിൽ എങ്ങനെയായിരുന്നു? പരമാവധി ഉൽപാദനം നടത്തി ഉൽപാദന ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുക. പക്ഷേ ഉൽപ്പന്ന സങ്കല്പത്തിൽ എങ്ങനെയാണ്? ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുക, എന്നിട്ട് വിപണി കണ്ടെത്തുക എന്നുള്ള സങ്കല്പമാണ് ഇത്. അടുത്ത ഒരാശയമാണ് വിക്രയ സങ്കല്പം അല്ലെങ്കിൽ വിൽപ്പന ആശയം എന്നറിയപ്പെടുന്നത്, സെല്ലിംഗ് കൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ ആശയം അനുസരിച്ചുകൊണ്ട് ആധുനിക വിപണി ഉപഭോക്താക്കളുടെ വിപണിയാണ്. ആയതിനാൽ അവരുടെ സംതൃപ്തിക്ക് പ്രാധാന്യം നൽകിയേ തീരൂ. ഗുണഭോക്താക്കളെ വേണ്ട വിധം ബോധവാന്മാരാക്കുകയും പ്രചോദിപ്പിക്കാതെയും വിൽപ്പന മെച്ചപ്പെടില്ല എന്നാണ് പറയുന്നത്. ഉപഭോക്താക്കൾ പ്രാധാന്യം കൊടുക്കുക. ഉപഭോക്താക്കളാണ്, കസ്റ്റമർ ഈസ് ദ കിങ് ആൻഡ് കീ അല്ലേ? കസ്റ്റമറാണ് രാജാവ്. അപ്പോൾ അവരുടെ സംതൃപ്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? വിൽപ്പന മെച്ചപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് വിപണന ആശയം അല്ലെങ്കിൽ വിപണന സങ്കല്പം, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. താല്പര്യമുള്ളവ വാങ്ങാൻ തക്ക കഴിവുള്ള നിലവിലുള്ള ഉപഭോക്താക്കളാണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ വിപണി. എല്ലാ വിപണന തീരുമാനങ്ങളും ഉപഭോക്താവിനെ വീക്ഷിച്ചുകൊണ്ടായിരിക്കണം. എല്ലാ വിപണന തീരുമാനവും, എല്ലാ മാർക്കറ്റിംഗ് ഡിസിഷൻസും ഉപഭോക്താവിനെ വീക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നതാണ് ഇതിൽ പറയുന്നത് വിപണന ആശയം. അവസാനത്തെ ആശയമാണ് സാമൂഹ്യാധിഷ്ഠിത വിപണന സങ്കല്പം, സൊസൈറ്റൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. സാമൂഹിക വിപണന ആശയം എന്നറിയപ്പെടുന്നത് ലാഭം നേടുന്നതോടൊപ്പം തന്നെ ഉപഭോക്തൃ സംതൃപ്തിയും സാമൂഹ്യക്ഷേമവും ഉറപ്പുവരുത്തുന്ന ഒരാശയമാണ്, സമീപനമാണ് ഇത്. മാർക്കറ്റിംഗ് തന്ത്രം സാമൂഹിക മൂല്യങ്ങളെ മാനിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിൽ ഉപഭോക്തൃ സംതൃപ്തി ലക്ഷ്യമിടണം. സമൂഹത്തിൻ്റെ ചിലവിൽ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് മാർക്കറ്റിംഗ് ശ്രമങ്ങളെ സ്വാർത്ഥമായിരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് വില സ്ഥിരത, ചരക്കുകളുടെ ഗുണനിലവാരം, വിഭവങ്ങളുടെ ലഭ്യത, മലിനീകരണ നിയന്ത്രണം ഇവയൊക്കെ സാമൂഹിക ആശയവുമായിട്ട്, സാമൂഹിക വിപണന ആശയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഗ്രീൻ മാർക്കറ്റിംഗ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിൽ വരുന്നു. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നതിൽ പറയുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, വിപണനത്തിൻ്റെ ധർമ്മങ്ങൾ, വിപണനത്തിൻ്റെ പ്രവർത്തനങ്ങൾ. വിപണനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് അല്ലേ? ഒരു ഉൽപ്പന്നം ഉൽപ്പാദകനിൽ നിന്നും ഉപഭോക്താവിലേക്ക്, കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്ന വരെ എന്ത് ചെയ്യുന്നു? ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? വിപണന ധർമ്മങ്ങൾ എന്നുള്ളത്. എന്തെല്ലാമാണ് വിപണന ധർമ്മങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് വിപണി വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ വിവിധ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനാണ് വിവരങ്ങൾ ശേഖരിക്കുകയും
അവ അപഗ്രഥനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണിത്. ഇത്തരത്തിൽ വിപണിയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കൊണ്ട് ഒരു വിപണിയിൽ ഉപഭോക്താക്കൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് വിപണന ആസൂത്രണം അല്ലെങ്കിൽ വിപണന പദ്ധതി ആസൂത്രണം. ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കാൻ ഉചിതമായിട്ടുള്ള ഒരു വിപണന പദ്ധതി തയ്യാറാക്കുക എന്നതാണിത്. പരസ്യം, പ്രമോഷൻ, മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ ചിട്ടപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമത്തേതാണ് ഉൽപ്പന്നത്തിൻ്റെ രൂപകൽപ്പനയും വികസനവും, ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഗുണഭോക്താക്കൾക്ക് ആകർഷകമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നത് ഒരു മാർക്കറ്ററുടെ ഉത്തരവാദിത്വമാണ്. ഉദാഹരണമായി, ഒരു മോട്ടോർ ബൈക്ക് വാങ്ങുന്ന ആൾ അതിൻ്റെ വില, മൈലേജ് എന്നിവ മാത്രമല്ല സ്റ്റൈലും രൂപവും ഭാവവും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് ഉൽപ്പന്നത്തെ എന്ത് ചെയ്യണം? രൂപകൽപ്പന ചെയ്യണം. ഗുണഭോക്താക്കൾക്ക് എന്ത് ചെയ്യുക? ഏറ്റവും ആകർഷകമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഉൽപ്പാദകൻ്റെ ലക്ഷ്യം. ഒരു മോട്ടോർ ബൈക്ക് വാങ്ങുന്ന ആളെന്ത് ചെയ്യും? അതിൻ്റെ വില പരിഗണിക്കും, അതുപോലെ മൈലേജ് പരിഗണിക്കും, അതിൻ്റെ സ്റ്റൈല്, ലുക്ക് പരിഗണിക്കും, രൂപവും ഭാവവും ഒക്കെ പരിഗണിക്കും. അപ്പോൾ ഉൽപ്പന്നത്തിന് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കൊണ്ടുള്ള രൂപമായിരിക്കണം കൊടുക്കേണ്ടത്, രൂപകൽപ്പനയാണ് ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, വികസിപ്പിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യണം? അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പറയുന്നത് വർഗീകരിക്കലും നിലവാര നിർണയവുമാണ്. ഉൽപ്പന്നങ്ങളുടെ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ അവയെ വിഭിന്ന വിഭാഗങ്ങളായി തരംതിരിക്കുന്നതാണ് വർഗീകരിക്കൽ. ഒരു കൂട്ടം ഉൽപ്പന്നങ്ങൾക്ക് ഏകാത്മക സ്വഭാവം നൽകുന്ന സ്ഥായിയായ ഒരു ഭൗതിക സവിശേഷത ഉറപ്പാക്കലാണ് ഗുണനിലവാര നിർണയം. അതായത് ഒരുപോലെ ഇരിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഒരുമിച്ച് കൂട്ടുക, ഗ്രേഡ് ചെയ്യുക. അല്ലേ, നമുക്കറിയാം നമ്മളെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ ഗ്രേഡിലുണ്ട് അല്ലേ. തേയിലയാണെങ്കിൽ വിവിധ ഗ്രേഡിലുള്ള തേയിലകളുണ്ട്, പഞ്ചസാരയാണെങ്കിൽ വിവിധ ഗ്രേഡിലുള്ള പഞ്ചസാരയുണ്ട്. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഒരേ സ്വഭാവമുള്ള ഉൽപ്പന്നത്തെ ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് അതിന് കൃത്യമായ നിലവാരം നിർണ്ണയിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, നിലവാരവൽക്കരണവും തരംതിരിക്കലും. കൃത്യമായ നിലവാരം നൽകിക്കൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ നിലവാരം നൽകിക്കൊണ്ട് ഉൽപ്പന്നങ്ങളെ തരംതിരിക്കുക, വിവിധ വിഭാഗങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു എന്നുള്ള രീതിയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തതാണ് പാക്കേജിങ്ങും ലേബലിങ്ങും. സാധനങ്ങൾ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും ഗുണമേന്മ നഷ്ടപ്പെടാതെ സംഭരിക്കുന്നതിനും വേണ്ടിയാണ് സാധനങ്ങൾ പാക്കിംഗ് നടത്തുന്നത്, പാക്കറ്റിൻ്റെ ഉള്ളിലാക്കുന്നത്. പുറത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും പദാർത്ഥങ്ങളും ഒന്നും ഉൽപ്പന്നത്തെ ബാധിക്കാതിരിക്കാൻ കൃത്യമായിട്ടുള്ള പാക്കേജിങ് ആവശ്യമായിട്ടുണ്ട്. സാധനങ്ങളെ സൗകര്യപ്രദമായിട്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാൻ ഇതാവശ്യമാണ് അല്ലേ. സിമൻറ്റ് പാക്കേജൊക്കെ കണ്ടിട്ടില്ലേ? സിമൻറ്റ് എന്ന് പറയുന്ന ആ ഒരു മിശ്രിതത്തെ, ആ ഒരു മിക്സിനെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിമൻറ്റ് ബാഗുകളിലാക്കിയിട്ട് അല്ലേ, സിമൻറ്റ് പാക്കറ്റുകളിലാക്കിയിട്ട് കൊടുക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു? അതാണ് പാക്കേജിങ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ലേബലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പാക്കിൻ്റെ മുകളിൽ, ഈ കവറിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നത്തിൻ്റെ പേരും മറ്റ് സവിശേഷതകളും ഉൾപ്പെടുത്തുന്നതാണ് എന്ത്? ലേബലിംഗ് എന്നറിയപ്പെടുന്നത്. ഉൽപ്പന്നത്തിൻ്റെ കവറിൻ്റെ അല്ലെങ്കിൽ പാക്കറ്റിൻ്റെ മുകളിൽ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ലേബലിംഗ് അല്ലേ. നമുക്കറിയാം, സാധാരണ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെന്ത് ചെയ്യുന്നു? ഒരു മിഠായി വാങ്ങുകയെന്ന് കരുതുക. മിഠായിയുടെ കവറിൽ എന്തുണ്ടാവും? വ്യത്യസ്തമായിട്ടുള്ള വർണ്ണശബളമായിട്ടുള്ള നിറങ്ങളിൽ, വ്യത്യസ്തമായിട്ടുള്ള ലോഗോകളിൽ ഉൽപ്പന്നത്തിൻ്റെ പേരും ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും ഉൽപ്പന്നത്തിൻ്റെ വിലയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതാണെന്ത്? ലേബലിംഗ് എന്ന് പറയുന്നത്. പാക്കറ്റിംഗ് പറഞ്ഞാൽ ഉൽപ്പന്നത്തെ പാക്കറ്റിൻ്റെ ഉള്ളിലാക്കുക എന്നുള്ളതാണ്. ലേബലിംഗ് എന്ന് വെച്ചാൽ ഈ പാക്കറ്റിന് മുകളിൽ എന്ത് ചെയ്യുക? ഉൽപ്പന്നത്തിൻ്റെ വില, ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം, ഉൽപ്പന്നത്തിനെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എല്ലാം രേഖപ്പെടുത്തുന്നതാണ്. അടുത്തതാണ് നാമീകരണം അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്നറിയപ്പെടുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് പേര് നൽകുന്ന പ്രക്രിയയാണ്
ബ്രാൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപ്പന്നങ്ങൾക്ക് പേര് നൽകുന്ന പ്രക്രിയ. നാമീകരണം എന്നറിയപ്പെടുന്നു. നമ്മളൊരു കുട്ടിക്ക് അല്ലേ, ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, പേരിടുന്നു. ജനിച്ച ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുന്നു, പേരിടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ ആ കുട്ടിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടിക്ക് പേരിടുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഉൽപ്പന്നത്തിന് പേരിടുന്നതും ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടാണ്, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ഉൽപ്പന്നത്തിന് ഒരു അസ്തിത്വം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡിങ് എന്ന് പറയുന്ന പ്രക്രിയ നടത്തുന്നത്. ചില ഉൽപ്പന്നങ്ങൾ പൊതുപേരുകളിൽ അറിയപ്പെടും അല്ലേ. ഏതൊക്കെയാണ് പൊതുപേര്? ഫാന്, മൊബൈല്, ഫോണ് അല്ലേ. ഇത്തരത്തിലുള്ള പൊതു ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയാനാണ് നാമീകരണം അഥവാ ബ്രാൻഡിങ് ആവശ്യമായിട്ടുള്ളത്. ഫാന് അല്ലേ, ഫാൻ എന്നറിയപ്പെടുമ്പോൾ എല്ലാം ഫാനുകളാണ്. പക്ഷേ നമുക്ക് ഒരു ഫാനിൽ നിന്നും മറ്റൊരു ഫാനിനെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നാമീകരണം അഥവാ ബ്രാൻഡിങ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. നമുക്കറിയാം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫാന് അല്ലേ, ഹാവൽസ് ഫാൻസ് അല്ലേ, ഹാവൽസിൻ്റെ ഫാനാണ് അല്ലേ. ഹാവൽസിൻ്റെ ഫാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഹാവൽസ് എന്ന കമ്പനിയുടെ ഫാനാണ്. ഓക്കെ, അതൊരു ബ്രാൻഡാണ്, നാമീകരണമാണ്. അതുപോലെ സാംസങ് മൊബൈൽ എന്താണ്? സാംസങ് എന്ന് പറയുന്ന കമ്പനി ഇറക്കുന്ന ആ ബ്രാൻഡിലുള്ള ആ നാമീകരണത്തിലുള്ള ഫോണാണ്. ഇതൊക്കെയാണ് നാമീകരണത്തിന്, ബ്രാൻഡിങ്ങിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്തതാണ് ഉപഭോക്തൃ പിന്തുണാ സേവനം. ഉപഭോക്താവിൻ്റെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ സേവനങ്ങൾ നൽകേണ്ടതുണ്ട്. അതിലൊന്നാമത്തേതാണ് വിൽപ്പനാനന്തര സേവനങ്ങൾ. വിൽപ്പനാനന്തര സേവനം അതായത് ആഫ്റ്റർ സെയിൽ സർവീസ് എന്നറിയപ്പെടുന്നു അല്ലേ. അതിൽ പെടുന്നതാണ് ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാനന്തര സേവനങ്ങൾ. അതുപോലെ തന്നെ ഉപഭോക്തൃ പരാതികൾ കൈകാര്യം ചെയ്യൽ, അതായത് കസ്റ്റമർ കെയർ സർവീസ് അല്ലേ. അത് വേണം. ഉപഭോക്താവിൻ്റെ പിന്തുണ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമർ കെയർ സർവീസ് ആവശ്യമാണ്. അതുപോലെ പരിപാലന സേവനങ്ങൾ വേണം. സാങ്കേതിക ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഉപഭോക്തൃ വിവരങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഉപഭോക്തൃ പിന്തുണ സേവനം എന്ന് പറയുന്നത്. ഇത് ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സംതൃപ്തി നൽകുന്നുണ്ട്. അതുപോലെ വില നിർണ്ണയം. ഒരു ഉൽപ്പന്നത്തിൻ്റെ വില എന്നാൽ ഒരു ഉൽപ്പന്നം ലഭിക്കുന്നതിന് നൽകേണ്ട പണത്തിൻ്റെ അളവ്. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ളൊരു പ്രധാന ഘടകമാണ് വില നിർണ്ണയ നയം. ഒരു സ്ഥാപനത്തിൻ്റെ വില നിർണ്ണയ നയം എല്ലാത്തരം ഉപഭോക്താക്കളെയും ആകർഷിക്കും. അടുത്തതാണ് വിൽപ്പന പ്രമോഷൻ അല്ലേ, വിൽപ്പന പ്രോത്സാഹനങ്ങൾ എന്നുള്ളത്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുകയും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സെയിൽസ് പ്രൊമോഷൻ അഥവാ പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതുണ്ടാവുക. ഓക്കെ, അടുത്തതാണ് 10ാമത്തേതാണ് ഭൗതിക വിതരണം. ലാഭത്തിൽ ഉപഭോക്താവിൻ്റെ ആവശ്യകത നിറവേറ്റുന്നതിനായിട്ട് ഉദ്ഭവം മുതൽ ഉപയോഗം വരെയുള്ള സ്ഥലം വരെ മെറ്റീരിയലുകളുടെയും സാധനങ്ങളുടെയും ഒഴുക്ക് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെ വിതരണം ചെയ്യുക, അതുപോലെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ വിതരണം ചെയ്യുക, ഇതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഭൗതിക വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അടുത്തതാണ് ഗതാഗതം. ഒരു വിപണനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതായത് ഉപയോഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉൽപ്പന്നം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഗതാഗതമാണ്. ഒരാൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അയാൾ സ്റ്റോറേജ് വെയർഹൗസിൽ വെച്ചു. ആരെങ്കിലും അത് വാങ്ങാൻ വരുമോ? ഇല്ല. അത് എവിടേക്ക് എത്തിക്കണം? മാർക്കറ്റിലേക്ക് എത്തിക്കണം, വിപണിയിലേക്ക് എത്തിക്കണം. ഇത്തരത്തിൽ വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു മാർഗമാണ് ഏത്? ഗതാഗതം എന്ന് അറിയപ്പെടുന്നത്. ട്രാൻസ്പോർട്ടേഷനിലൂടെ എന്ത് ചെയ്യാം? ഒരു ഉൽപ്പന്നത്തെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ വിവിധ ഗതാഗത മാർഗങ്ങൾ, ജലഗതാഗതം അല്ലേ, വായുഗതാഗതം, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഉൽപ്പാദകന് താൻ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തെ ഉൽപ്പാദന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു. അടുത്തതാണ് സംഭരണം അല്ലെങ്കിൽ പണ്ടകശാല സൂക്ഷിപ്പ്. ഇൻവെൻട്രി അഥവാ സ്റ്റോറേജ് എന്നൊക്കെ അറിയപ്പെടും. ഭാവിയിലെ ആവശ്യം മുൻകൂട്ടി കണ്ടാണ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ നാശനഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് അവ ശരിയായി സംഭരണം അല്ലെങ്കിൽ പണ്ടികശാലകളിൽ എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്താ എക്സാമ്പിൾ പറഞ്ഞുതരാം. പോപ്പി ജോൺസൊക്കെ കുട ഇറക്കുന്നുണ്ട് അല്ലേ.
മഴക്കാലമാകുമ്പോൾ മാത്രമേ പോപ്പിക്കും ജോൺസിനൊക്കെ കാര്യമായ കച്ചവടമുള്ളൂ. ഈ കുട കമ്പനികൾക്ക് അവരെന്ത് ചെയ്യുന്നു, വർഷത്തിലെ മുഴുവൻ സമയവും എന്ത് ചെയ്യുന്നു, കുട നിർമ്മാണത്തിലാണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നു, ജൂൺ മാസത്തിൽ തുടങ്ങുന്ന നമ്മുടെ വർഷകാലത്തിൻ്റെ അത് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, വർഷകാലം മുഴുവൻ എല്ലാ വർഷവും അവരെന്ത് ചെയ്യുന്നു, കുട നിർമ്മാണത്തിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കുടയെല്ലാം അവരൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സൂക്ഷിച്ച് വെക്കുന്നു. മാർക്കറ്റിലെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നൊരു മാർഗമാണ് ഇൻവെൻട്രി അഥവാ സ്റ്റോറേജ് അഥവാ സംഭരണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഉടനെ തന്നെ വിറ്റഴിച്ച് പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഉൽപ്പന്നങ്ങളെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് സഹായിക്കുന്നൊരു മാർഗമാണ് സംഭരണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാമാണ്. പണ്ടകശാല സൂക്ഷിപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. മാർക്കറ്റിംഗ് തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ. മാർക്കറ്റിംഗ് തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. മാർക്കറ്റിംഗ് തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഒന്നാമത്തേതാണ് നിയന്ത്രിക്കാവുന്ന ഘടകങ്ങൾ. ഒരു സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. മാർക്കറ്റിംഗ് തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങളിൽ നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളുമുണ്ട്, നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഘടകങ്ങളുമുണ്ട്. അപ്പോൾ സ്ഥാപനത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ആന്തരിക ഘടകങ്ങളെ പറയുന്ന പേരാണ് നിയന്ത്രിക്കാവുന്ന ഘടകങ്ങൾ. ഉൽപ്പന്നം പ്രൊഡക്റ്റ്, അതുപോലെ വില പ്രൈസ്, സ്ഥലം പ്ലേസ്, അതുപോലെ വിതരണം ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ എന്നീ 4 ഗ്രൂപ്പുകളാണുള്ളത്. മാർക്കറ്റിങ്ങിൻ്റെ 4 P എന്നാണ് ഇതിന് വിളിക്കുന്നത്. 4 P's ഓഫ് മാർക്കറ്റിങ്ങിനെ എന്ത് ചെയ്യാം, നമുക്ക് നിയന്ത്രിക്കാവുന്ന ഘടകങ്ങളാണ്. പിന്നെയോ നിയന്ത്രിക്കാനാകാത്ത ഘടകങ്ങൾ, അവ ഉപഭോക്തൃ പെരുമാറ്റം, ഉപഭോക്താവിൻ്റെ രീതി ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്, അതുപോലെ വ്യാപാരികളുടെ പെരുമാറ്റം ട്രേഡേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, എതിരാളികളുടെ പെരുമാറ്റം കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, സർക്കാരിൻ്റെ പെരുമാറ്റം സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നിവയൊക്കെ ബാഹ്യ ഘടകങ്ങളാണ്. ഇതിനെയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഉപഭോക്താവിൻ്റെ രീതിയെ നമുക്ക് സ്വാധീനിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കില്ല. വ്യാപാരികളുടെ പെരുമാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. എതിരാളികളുടെ പെരുമാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. സർക്കാരിൻ്റെ പെരുമാറ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഇവയെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഘടകങ്ങളാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. അടുത്തത് നോക്കാം, മാർക്കറ്റിങ്ങിൻ്റെ പങ്ക്. ഒരു സ്ഥാപനത്തിൽ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ പങ്കിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ. ഒരു സ്ഥാപനത്തിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത്, ഒരു സ്ഥാപനത്തിൽ മാർക്കറ്റിങ്ങിൻ്റെ പങ്ക് എന്താണ്. ഒരു സംരംഭത്തിൽ, ഒരു സ്ഥാപനത്തിൽ എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ പങ്ക്. ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ പരമാവധി ലാഭം നേടാൻ മാർക്കറ്റിംഗ് ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ, ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ പരമാവധി ലാഭം നേടാൻ മാർക്കറ്റിംഗ് ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. ഇപ്രകാരം സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും മാർക്കറ്റിംഗ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഉപഭോക്താക്കളെ സംതൃപ്തിയിലാക്കിക്കൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ വളർച്ച കൂട്ടിക്കൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് സമ്പദ് വ്യവസ്ഥയിലെ പങ്ക്. സമ്പദ് വ്യവസ്ഥയിലെ പങ്ക്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ മാർക്കറ്റിംഗ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീഡ്സ് ആൻഡ് വാണ്ട്സ് നിറവേറ്റുന്ന സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം ഉയർത്താൻ ഇത് സഹായിക്കുന്നു. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും ലഭ്യമാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇത് സഹായിക്കുന്നു. മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് നയിക്കുന്നു, കൂടുതൽ വിൽപ്പന നടത്തുന്നു, ഉയർന്ന ലാഭമുണ്ടാകുന്നു, കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സാധിക്കുന്നു. ഇവയൊക്കെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സമ്പദ് വ്യവസ്ഥയിലുള്ള പങ്ക്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭാഗമാണ് വിപണന മിശ്രിതം എന്നറിയപ്പെടുന്നത്. വിപണന മിശ്രിതം